നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഉണ്ണിയപ്പമാണ്. സാധാരണ പഴം വെച്ചിട്ടല്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ എല്ലാം സീസണിൽ നമുക്ക് മാമ്പഴം വെച്ച് നല്ല രുചികരമായ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: അപ്പത്തിൻ്റെ അരിപ്പൊടി വറക്കാത്തതാണ്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തൊരു മാമ്പഴം ചെറുതായിട്ട് ചെത്തി എടുത്തിട്ടുണ്ട്. 2 ഏലക്കായും, ശർക്കര ഉരുക്കിയത് ആവശ്യത്തിന്, ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/4 മുറി തേങ്ങ എടുത്ത് കൊത്തിയിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ എള്ള്. പിന്നെ നമുക്ക് മാമ്പഴവും ഏലക്കായും കൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിയിലേക്ക് എടുത്ത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരു നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി അരച്ച് വെച്ചേക്കുന്ന മാമ്പഴം ചേർത്ത് കുഴയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കുഴയ്ക്കാം. ഇനി ശർക്കരപ്പാനിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ച് നമുക്ക് 3 മണിക്കൂർ വരെ അടച്ചു വെച്ചിട്ട് തേങ്ങാക്കൊത്തും എള്ളും ഇതിനടുത്തോട്ട് ചേർത്തിടും. തേങ്ങ നമുക്ക് നെയ്യിൽ വറുത്ത് ചേർക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് തേങ്ങ വറുക്കാൻ ഇട്ടിട്ടുണ്ട്. തേങ്ങ വറുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലൊഴിച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. തേങ്ങ ഈ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഉണ്ണിയപ്പം ചുടാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ കുഴി നികത്തി ഒഴിക്കേണ്ട, ഒരു പകുതിയോളം ഒഴിച്ചാൽ മതി. അതിൽ ഉണ്ണിയപ്പം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ അത് പൊങ്ങി എണ്ണ പുറത്ത് വരും. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണാണ് ഒഴിക്കുന്നത്. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മറിച്ചിടാം. തീ ഒത്തിരി കൂട്ടി വയ്ക്കരുത്. ഒരു മീഡിയം തീയിലിട്ട് വേവിച്ചിടണം. അപ്പോൾ എന്നാലും അകം വേവുള്ളൂ. ഇത് പാകമായിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.